How are you? All are fine? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചത്? ഫസ്റ്റ് ചാപ്റ്റർ കവിക ചുനാവ്. എല്ലാവരും വായിച്ചു കാണുമല്ലോ. എല്ലാവരും ചാപ്റ്റർ വായിച്ച് നോക്കണം, എന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. മിസ് ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട്, അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിപ്പിച്ചത്? മിസ് എന്താ പഠിപ്പിച്ചത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? കൊട്ടാരത്തിൽ ഒരു കവിയെ തിരഞ്ഞെടുക്കുവാണ്. ആരാണ് തിരഞ്ഞെടുക്കുന്നത്? മഹാരാജാവ് എന്താ പറയുന്നത്? കൊട്ടാരത്തിൽ ഒരു കവിയുടെ ആവശ്യമുണ്ട്. അത് യഥാർത്ഥ സച്മുച്ച് കവി തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായി കഥയെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങനെ കൊട്ടാരത്തിൽ ഒരുപാട് കവികൾ വരുന്നുണ്ട്. ആ കവികളെ കൊണ്ട് കവിതകൾ പറയിപ്പിച്ചിട്ട് കവികളെ തിരഞ്ഞെടുക്കണം. നല്ല കവികൾ ആരാണെന്ന് തിരഞ്ഞെടുക്കണം എന്ന് രാജാവ് മന്ത്രിയോട് പറയുകയാണ്. അപ്പം മന്ത്രി എന്താ ചെയ്തത്? മന്ത്രി 1001 കവികളെ കൊട്ടാരത്തിൻ്റെ താഴെ നിർത്തിയിട്ട് എന്തോ പറഞ്ഞത്? അവിടെ നിൽക്കുകയാണ്. രാജാവിനോട് വന്നു പറഞ്ഞു, കവികളെല്ലാം അവിടെ നിൽപ്പുണ്ട്, അവരെ അതിൽ ഞാൻ കവിതകളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പേരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് നല്ല കവികൾ, അതായത് എല്ലാവരുടെയും കവിതയിൽ മനോഹരമായ ഒരു വാക്കുകൾ നിറഞ്ഞിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്? മന്ത്രി മഹാരാജാവിനോട് വന്ന് പറയുന്നത്. ഇതിൽ ആരാണ് ഏറ്റവും സർവശ്രേഷ്ഠ മീൻസ് സബ്സെ സർവശ്രേഷ്ഠ മീൻസ് എന്താണ്? സബ്സെ അച്ച. ഇതിൽ ഏറ്റവും നല്ല കവി ആരാണ് എന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും നല്ല കവി ആരാണെന്ന് രാജാവ് തന്നെ തീരുമാനിക്കുക. ഇതെല്ലാം കണ്ടിട്ട് രാജാവ് അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് തന്നെ ഇതെല്ലാം. മന്ത്രി ഇതെല്ലാം കേട്ട് തലകുനിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ കവികളുടെ പേരുകളെല്ലാം ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് വന്നത് ഒരുപാട് നേരം കവിതയൊക്കെ കേട്ടിട്ടാണ് എഴുതിക്കൊണ്ട് വന്നത്. അതിനുശേഷം എന്താ പറയുന്നത്? ഒരുപാട് കവിമാരുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ കവിത നല്ലതുപോലെ എഴുതുന്ന ആരാണ് അവരെ സെലക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കവികൾക്ക് കവിത എഴുതുമ്പോൾ തെറ്റുകുറ്റങ്ങൾ പറ്റാറുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷേ അത് ഏറ്റവും നല്ല കവിത ഏതാണെന്നുള്ളത് അത് രാജാവിനടുത്ത് കേൾപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജാവ് നമ്മുടെ കവിത കേട്ടാൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഒരു ഭയമാണ്. എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കതൊരു ഭയമുണ്ടാവും. അതുകൊണ്ട് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മഹാരാജാവ് അറിയുകയാണെങ്കിൽ അതൊരു പ്രശ്നമാവൂലേ എന്നാണ് കവികൾ കരുതുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ശക്തനായ മനുഷ്യൻ ആരാണ്, ഏറ്റവും കൂടുതൽ കവിത പറയുന്നത് ആരാണ് എന്ന് തീരുമാനിക്കണം. ഏറ്റവും കൂടുതൽ നല്ല കവിത പറയുന്ന ആരാണെന്ന് സെലക്ട് ചെയ്ത് വേണം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ. കൃതിയ മീൻസ് രചന. കൃതിയാം രചന. എന്നിട്ട് ഇവർക്കുള്ള കൊട്ടാരത്തിൽ വന്ന കുറച്ച് കവികൾക്ക് അവർക്ക് അതിൻ്റേതായ കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് അതിൻ്റേതായ തൻഹാഗ് മീൻസ് സാലറി കൊടുത്തിട്ട് തൻഹാഗ് മീൻസ്
സാലറിയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞ് വിടുക. അതിൽ 101 കവികളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് അതിന് കൊട്ടാരത്തിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിനുശേഷം ഒരു പാരഗ്രാഫും കൂടെ പഠിച്ചായിരുന്നു. 4 महीने बाद महाराज अपने मंत्री के साथ लेकर एक बार फिर 101 कवियों के महल में गए और उन सबके अपने सामने बुलाकर तुम सब ने बीते 4 महीने में क्या कुछ लिखा है. 6 മാസത്തിന് ശേഷം മഹാരാജാവ് അപ്നെ മന്ത്രിയുടെ കൂടെ എവിടെയാണ് പോയത്? കവികളുടെ അടുത്തേക്ക് പോയിട്ട് എന്താ പറഞ്ഞ് അവരെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് എന്തോ പറഞ്ഞേ? സാമ്നെ ബുലാക്ക. സാമ്നെ മീൻസ് അടുത്ത് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? എല്ലാവരും ഈ 6 മാസം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, ഏതൊക്കെ കവിതകളാണ് നിങ്ങൾ എഴുതിയത്, ഞങ്ങൾക്കത് കേൾക്കണം എന്നാണ് ആര് പറയുന്നത്? രാജാവ് പറയുന്നത്. യാതന മീൻസ് കഷ്ട്. यातना मीन्स कष्ट. नेक्स्ट पैराग्राफ 101 आराम दासों में से सिर्फ एक ऐसा था. 101 പേരിൽ ആരാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനൊത്ത്? ജിസ്നെ അപ്നെ മൻ കെ ഉദ്കാരവും ഭാവനയ്ക്കൊത്ത്. ഉദ്കാരോ മീൻസ് ഭാവന. ഭാവനയ്ക്കൊത്ത് വാക്കുകൾക്കൊത്ത് രസകരമായ, അതായത് ഉദ്കാരോं को शब्दों में बांधा था, दूसरे मौज मस्ती करते थे. മൗജ് മസ്തി എന്ന് വെച്ചാൽ എന്താണ്? രസകരവും അതിലും രസകരവുമായ കവിത പറയുന്നത്. वह एकांत में बैठकर स्वयं ही अपनी कविताएं पढ़ता था, खुश होता था. കവികൾ എങ്ങനെയാണ് കൂടുതലും കവിതകൾ എഴുതാറുള്ളത്? ഒരു നിശബ്ദമായ സ്ഥലത്ത് പോയിരുന്ന്, ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിരുന്ന് അവിടെ ഇരുന്നാണ് അവർ കവിതകൾ കൂടുതലും എഴുതാറുള്ളത്. ഭൂരിപക്ഷം കവികളും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മഹാരാജിനെ അപ്പനെ നൗജവാൻ മന്ത്രി സേ കഹ. മഹാരാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഏക് സൗ ആദ്മി ഫി കവിനാത്ത. ഇവരെല്ലാം ഈ ഇത്രയും പേര് 101 പേരും കവികൾ തന്നെയാണ്. आराम के फूके थे जब ये कैद थे, इनकी आंखों अपनी ദുർദശ പർ രോത്തി थे. അവരവരുടെ ദുരവസ്ഥയിൽ ഓരോരുത്തർക്ക് നല്ല ദിവസങ്ങളും വരും, ചീത്ത ദിവസങ്ങളും വരും. മോശം അവസ്ഥ ദുർദശ പർ രോത്തി थे. മോശം അവസ്ഥയിൽ അവർ കവിതകൾ എഴുതാറുണ്ട്. ദുർദശ ബാഡ് സിറ്റുവേഷൻ. നല്ല അവസ്ഥയിലും കവിതകൾ എഴുതാറുണ്ട്, അതായത് അവർക്ക് ഒരു മോശം അവസ്ഥയിലും അവർ കവിതകൾ എഴുതാറുണ്ട്. ഉസ് സമയം ഉൻഹോനെ കവിതയെ ലിഖി. ആ സമയത്ത് അവർ കവിതകൾ എഴുതാറുണ്ട്. ഉസ്മേ അപ്നെ ഫാഗെ കെ അന്തരെ കാ റോനാ താ മഗർ ജബ് വേ ഖാലി ഖടിയാം ഗുസർ ഗയി തോ ഏക് കൽപ്പന കി ഖലാഫി ഫുൽ ഗയി. ചില അവസ്ഥയിൽ അവർ ക്ലോക്കിൽ നോക്കി ഇങ്ങനെ കവിത എഴുതാനുള്ള സമയവും അവർ ക്ലോക്കിലോട്ട് നോക്കും, അവർ കവിത എഴുതും. അങ്ങനെ പല സമയങ്ങളിലും ഇവർ കവിതകൾ എഴുതാറുണ്ട്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഭാവനയുടെ കല തന്നെ മാറി പോവുകയും ചെയ്യും. ദുഃഖക്കെ ദിനം കെ കവി ഹേ. ഇത് ദുഃഖത്തിൻ്റെ കവിയാണ്. സുഖക്കെ സമയക്കെ കലാകാരനെ. സുഖത്തിനുള്ള അങ്ങനെയുള്ള കവി അല്ല. ഇൻകെ മഹൽ സെ നിക്കൽത്തെ. ഇങ്ങനെയുള്ള കവിയെ കൊട്ടാരത്തിൽ നിന്നും നീക്കം ചെയ്യുക. എല്ലാം തികഞ്ഞ കവി തന്നെ വേണമെന്നായിരുന്നു ആരുടെ അഭിപ്രായം? രാജാവിൻ്റെ അഭിപ്രായം.
इसके बाद महाराज ने उसे साधु स्वभाव बेपरवाह आदमी की तरफ इशारा करके कहा. बेपरवाह मीन्स കെയർലെസ്. അതിനുശേഷം മഹാരാജാവ് ഒരു സാധു സ്വഭാവ ഒരു നല്ല ഒരു നിഷ്കളങ്കനായ ഒരു കവിയെ അദ്ദേഹം കണ്ടു. ഇഷാ കർക്കെ കഹ, അദ്ദേഹത്തിനോട് ചോദിച്ചു, സച്ചാ കവിയെ, ഇത് എന്താണ്, ഇത് യഥാർത്ഥത്തിൽ കവി തന്നെയാണ് എന്ന് ആര് മനസ്സുകൊണ്ട് മഹാരാജാവ് വിചാരിക്കുകയാണ്. ജിസ്കെ ലിയെ ദുഃഖ ഔസു ദോനോ ഏക് സമാൻ ഹെ, ഇദ്ദേഹത്തിന് സുഖവും ദുഃഖവും എല്ലാം ഒരുപോലെയാണ്. എഹ് സുഖക്കെ രാത് ഫി കവിത കർത്തത്തെ, സുഖം വന്നാലും അദ്ദേഹം, സന്തോഷം വന്നാലും അദ്ദേഹം കവിത എഴുതാറുണ്ട്. എഹ് സുഖക്കെ പ്രഭാത് മേം ഫി കവിത കർത്ത ഹെ, രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം കവിതകൾ എഴുതാറുണ്ട്. സന്തോഷം വരുമ്പോൾ പ്രഭാത്, മോർണിംഗ്, രാവിലെ എഴുന്നേറ്റ് കവിതകൾ എഴുതാറുണ്ട്. മൗത് കെ കാലേ രാസ്തേ പർ ഫി കവിത കർത്താത്ത, മരണത്തിൻ്റെ വഴിയിലൂടെ അദ്ദേഹം കവിതകൾ എഴുതാറുണ്ട്. ഏഹ് ജീവൻ കി സുന്ദർ ഘടിയോ മേം ഫി കവിത കർത്താത്ത, ഇസ്കെ സ്വഭാവ് ഹേ, പല രീതിയിലും പലതരത്തിലും നല്ലത് വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും, അതായത് സന്തോഷം വരുമ്പോഴും മരണത്തെ അവർ കാണുമ്പോഴും അന്നേരമൊക്കെ ഇവർ കവിതകൾ അവരുടെ മനസ്സിൽ കവിതകൾ എഴുതാനുള്ള ആ വരികൾ അവരുടെ മനസ്സിനകത്തോട്ട് കയറി വരും. ഹേ കവിത കിയെ ബിനാ രഹ നഹി സക്ത, ഇതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഏഹ് സച്ചാ കവി ഹേ, ഇത് ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥ കവികളെന്ന് പറയുന്നത്. ഹംനെ ഇസ് ആജ് സേ അപ്ന ദർബാരി കവി നിയത് കിയ, നിയത് മീൻസ് നിശ്ചിത്, നിയുക്ത്. नियुक्त मीन्स निश्चित. हम इसे मुंह मांगी तनहा देंगे, इसका काम केवल इतना है, इसका काम ജോലിയൊക്കെ ഇത്രയേ ഉള്ളൂ. തൻഹാവ് മീൻസ് സാലറി, നേരത്തെ എഴുതി കാണിച്ചായിരുന്നു. തൻഹാവ് മീൻസ് വേതൻ, കൂലി അല്ലെങ്കിൽ സാലറി. इसका काम केवल इतना है कि हम हर रोज दरबार में आकर एक दोहा सुना जाया करे. ഇത്രയൊക്കെയുള്ള എൻ്റെ ജോലി, എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ. कवि ने दरबार में जाकर महाराज को एक दिन दोहा सुनाया, दूसरा दिन दोहा सुनाया, तीसरा दिन दोहा सुनाया. എന്താ പറഞ്ഞിരിക്കുന്നത്? കവി എന്താ കൊട്ടാരത്തിൽ വന്നിട്ട് മഹാരാജാവിൻ്റെ അടുത്ത് ഓരോ ദിവസം, ആദ്യത്തെ ദിവസം കവിതകൾ വായിച്ചു കേൾപ്പിച്ചു, രണ്ടാമത്തെ ദിവസം വായിച്ചു, മൂന്നാമത്തെ ദിവസവും കേൾപ്പിച്ചു. തീസര ദിൻ ദോഹ സുനാൻ, മൂന്നാമത്തെ ദിവസവും ആ കവിതകൾ കേൾപ്പിച്ചു. 14 दिन की ने लिखे फौज की मुझसे इस तरह की कविता नहीं हो सकती है. അടുത്ത ദിവസം വന്നിട്ട് എന്താ പറഞ്ഞേ? എനിക്ക് അത്തരമൊരു കവിത എഴുതാനൊന്നും എനിക്ക് പറ്റില്ല. മഹാരാജാവ് പറയുന്നത് പോലെ, മഹാരാജാവ് പറയുന്ന അനുസരിച്ച് ചില കവിതകളൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ. മേ ഉദ്ഗാരോ ക കവി ഹേ, ഉദ്ഗാരോ മീൻസ് ഭാവന, ഭാവനയുടെ കവിയാണ്. കിസിക്ക് മസി ക ഗുലാം നഹി, ഇച്ഛാശക്തിയുടെ അറിവുകൾ നമുക്ക് ഇല്ല. നൗജവാൻ മന്ത്രിനെ കഹ യഹ് ആദ്മി കിത്തന അഫാഖ് ഹേ, മന്ത്രി എന്താ പറഞ്ഞത്? ഈ കൊട്ടാരത്തിൽ ഒരുപാട് കവികൾ വന്നിട്ട് പോയി, പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു കവിയെ തിരഞ്ഞെടുക്കുക തന്നെ വേണം, ഇതും യഥാർത്ഥത്തിൽ കവി തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മഗർ മഹാരാജിനെ കഹ, മഹാരാജ് എന്താണ് പറഞ്ഞത്? നെഹീം യഹ് അഫാഖ് നെഹീം യഹ് കവി ഹേ, ഇത് മഹാരാജ് എന്താ പറഞ്ഞത്? ഇത് കവി തന്നെയാണ്.
ഏഹ് ആസാദ് ഹേ സ്വാതന്ത്ര്യത്തിൻ്റെ കവികളാണ്. ഏഹ് ആസാദിക്ക് കവിത കർത്തേ സ്വാതന്ത്ര്യത്തിനുള്ള കവിതകളാണ് അദ്ദേഹം എഴുതാറുള്ളത്. ജോ ഗുലാം ഹോഗ വഹ ഗുലാമിക്ക് കവിത കരേക. അടിമയായാൽ അടിമത്തത്തിൻ്റെ കവിതകൾ ചെയ്യും. ഏഹ് ആത്മീ ദർബാർ മേ ആയ ഈ ആള് ഈ കവി കൊട്ടാരത്തിലേക്ക് വന്നു. ഇസ്ക തൻഹാ സാലറി ഹമേഷ ഇൻഹെ ഘർ പഹുഞ്ചത്തി രഹേ. ഇതിൻ്റെ ഇയാൾക്കുള്ള സാലറി ഇയാളെ വീട്ടിൽ सबसे बड़ा अबबान है नौजवान मंत्री की फी आंगें കുൽഗെയി. അത്തരമൊരു ഉയർന്ന കലാകാരനെ പട്ടിണിക്കിടുന്നത് എൻ്റെ സംസ്കാരത്തിന് ഏറ്റവും വലിയ അപമാനമാണ്. ആരാണ് പറഞ്ഞത്? മഹാരാജാവ് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ മന്ത്രിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിന്നു പോയി. മനസ്സിലായോ? ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ പഠിപ്പിച്ച പാഠം നിങ്ങൾ നല്ലതുപോലെ ഇരുന്ന് വായിക്കുക. വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. വായിക്കാതെ മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ചാപ്റ്റർ 2-3 പ്രാവശ്യമെങ്കിലും വായിക്കണം. നെക്സ്റ്റ് വിലോം ശബ്ദ്. വിലോം ശബ്ദ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. तीसरे दिन 1001 आदमी महल के नीचे खड़े थे और मंत्री महल के डाश खड़े होकर सब देख रहा था. എന്താണ് പറഞ്ഞിരിക്കുന്നത്? തീസരെ ദിൻ മൂന്നാമത്തെ ദിവസം 1001 ആദ്മി നീച്ചേകട കൊട്ടാരത്തിൻ്റെ താഴെ കവികൾ വന്ന് നിൽക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവർ മന്ത്രി മഹൽക്കെ മന്ത്രി എവിടെയാണ് നിൽക്കുന്നത് അന്നേരം? നീച്ചയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഞാൻ സെൻറ്റൻസ് എഴുതുന്നില്ല, ടെക്സ്റ്റിനകത്തുള്ളതാണിത്. അതുകൊണ്ട് സെൻറ്റൻസ് എഴുതുന്നില്ല, ഓപ്പോസിറ്റ് മാത്രം. നീച്ചെ മീൻസ് എന്താണ്? ഊഞ്ചേ. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ 5th പഠിച്ചതാണ്. നീച്ചെ ഊഞ്ചേ മുകളിൽ, നീച്ചെ താഴെ, ഊഞ്ചേ മുകളിൽ. മഹാരാജ് കെ സെക്കൻഡ് വൺ മഹാരാജ് കി സഫ മേ സഫി ഉപസ്ഥിത് ഥേ. യോഗത്തിൽ പങ്കെടുക്കുക. മഹാരാജൻ്റെ യോഗത്തിൽ പങ്കെടുക്കുക. ഉപസ്ഥിത് ഥേ. പരന്തു രാജ്സഭ കവി ഡാഷ് ത പങ്കെടുക്കുന്നില്ല. എന്താണ്? ഉപസ്ഥിത്. എന്താണ് ഉപസ്ഥിതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എല്ലാവർക്കും അറിയാവോ? അനുപസ്ഥിത്. ഉപസ്ഥിത്. नेक्स्ट चांद और सूरज के प्रिय महाराज की आज्ञा का पालन सभी करते हैं, कोई उनकी ഡാഷ് नहीं करता. മഹാരാജാവിൻ്റെ ആജ്ഞകളെല്ലാം അനുസരിക്കുന്നുണ്ട് എല്ലാവരും അല്ലേ. കോയി ഉൻക ആരും അവരെ കൽപ്പിക്കുന്നില്ല. ഹുക്കും മീൻസ് ഓർഡർ. അപ്പോൾ ആജ്ഞയുടെ ഓപ്പോസിറ്റ് എന്താണ്? आज्ञा हुकुम. राज दरबार के मंत्री दिन में काव्य करते हैं. രാജ് ദർബാർ കെ മന്ത്രി കൊട്ടാരത്തിലെ മന്ത്രി പകൽ കാവ്യാത്മകം എഴുതുന്നു. और ഡാഷ് മേം സോത്താ ഹേ രാത്രികളിൽ ഡാഷ് മേം സോത്താ ഹേ. ദിൻ മീൻസ് പകൽ. ദിന്നിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? രാത്. രാത് മീൻസ് രാത്രി. नेक्स्ट अच्छे काम का परिणाम अच्छा होता है और डाश काम का परिणाम
ബുരാ ഹോത്താ ഹെ. നല്ല പ്രവൃത്തി നല്ലതുപോലെയും ചീത്തയുമായുള്ള ഫലങ്ങൾ മോശവുമാകുന്നു. എന്താണ്? അച്ഛ, അച്ഛേ നല്ലത്. അപ്പം അച്ഛ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്താ വരും? അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബൂര. അച്ഛേ എന്ന് പറഞ്ഞാൽ ബൂരെ. അപ്പോൾ വിലോം ശബ്ദം ഏതൊക്കെ? നീച്ചെ, ഊഞ്ചെ, ഉപസ്ഥിത്, അനുപസ്ഥിത്, ആജ്ഞ, ഹുക്കും, ദിൻ, രാത്, അച്ഛ, ബൂരെ. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നിങ്ങളിതെല്ലാം ഈ ചാപ്റ്റർ ഫുൾ നല്ലതുപോലെ വായിക്കണം. നല്ലതുപോലെ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നല്ലതുപോലെ 2-3 പ്രാവശ്യം ഈ ചാപ്റ്റർ വായിക്കുക, മീനിങ്സ് പഠിക്കുക, ഓപ്പോസിറ്റ് പഠിക്കുക. അതിനുശേഷം മിസ് നോട്ട്സ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് I will meet the next chapter. Okay, Assalamu alaikum.